ഹലോ ഗൈസ്, നമുക്കിന്ന് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങിൻ്റെ ഒരു റെസിപ്പി കണ്ടാലോ? പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല കേട്ടോ, നമ്മുടെ നോർമലി പുഴുങ്ങി കഴിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ സൈഡിൽ വെക്കുന്ന ഉപ്പൂനെയും മുളകിനെയും കൂടി എടുത്ത് അതിൻ്റെ പുറത്തോട്ടിടുന്നു എന്നുള്ളത് മാത്രം. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. ഈ പുഴുങ്ങാനെടുത്തപ്പോൾ തന്നെ അതിൻ്റെ തോലിൽ നല്ല മണ്ണും ചെളിയും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പുറം തോലിനെ അങ്ങ് മാറ്റിയിട്ട് അതിനെ ഫുള്ള് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റീം ചെയ്യാൻ വെക്കുന്നതിൽ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഈ പരുവത്തിൽ പിള്ളേരുടെ മുന്നേ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ പറയും, ഇതാണോ ഇന്ന് കഴിക്കാൻ എന്ന് ചോദിക്കും അല്ലേ. അവർക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പുറത്ത് ഇച്ചിരി അലങ്കോല പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നും, എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവരിതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വരാറുണ്ട്. എൻ്റെ കുട്ടി പട്ടാളങ്ങൾ അങ്ങനെ കേട്ടോ. ഇച്ചിരി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടിരിക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങളുടെ എങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തോട്ട് മുളക് പൊടി, ഇച്ചിരി ചാട്ട് മസാലയും, അതിൻ്റെ പുറത്തൊരു അല്പം ഉപ്പും, പിന്നെ നാരങ്ങ നീരും, പകുതി നാരങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി നാരങ്ങയുടെ നീരും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ എന്തോ ഇതിൽ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് ഈ മല്ലിയിലയൊക്കെ കിട്ടുമ്പോഴത്തേനും അവർ വന്ന് ടേസ്റ്റ് ചെയ്യാറുണ്ട്. ടേസ്റ്റ് ഇഷ്ടപ്പെടുമ്പോൾ തന്നെ നന്നായിട്ട് കഴിക്കാറുമുണ്ട്. ഇത് നമ്മുടെ അവിടെ കൊണ്ടുവച്ചപ്പോൾ തന്നെ ഇതിൻ്റെ പ്ലേറ്റ് കാലിയായിരുന്നു. പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചിട്ട് പോയായിരുന്നു. ഇച്ചിരി പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കട്ടൻ ചായ മാത്രം കുടിക്കുക. ഇതിൻ്റെ കൂടെ പാൽ ചായ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക്